നിയമസഭയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്, ഒരു ചിത്രമാണ് ഈ ഒരു വാർത്തയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു വിശകലനത്തിന് ആധാരം. വടകര MLA ശ്രീമതി KK രമ, TP ചന്ദ്രശേഖരൻ്റെ വിധവ, ഒരു 6-7 കസേരകൾക്കപ്പുറം ഇരിക്കുന്നു. അതിനിപ്പുറം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഇരിക്കുന്നു. ശ്രീമതി KK രമ പിണറായി വിജയനെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ ഇരിക്കുന്ന ഒരു ചിത്രമാണ്. പിണറായി വിജയൻ അവരുടെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല. ഈ ഒരു ചിത്രം കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഒരു തിരശ്ശീലയിൽ എന്ന പോലെ കടന്നു പോവുകയാണ്. നെയ്യാറ്റിൻകര ബൈ ഇലക്ഷൻ്റെ സമയത്താണ് ഈ ഒരു ക്രൂരകൃത്യം നടക്കുന്നത്. CPMൻ്റെ തന്നെ ഏറ്റവും പ്രമുഖരായ ചില നേതാക്കളുടെ ഒത്താശയോടെ കൊടിസുനിയും കൂട്ടരും, മുഹമ്മദ് ഷാഫിയും കൂട്ടരും ഒക്കെ ചേർന്ന് TP ചന്ദ്രശേഖരൻ എന്ന RMP നേതാവിനെ, പണ്ട് CPM ആയിരുന്ന RMP നേതാവിനെ 51 വെട്ടുവെട്ടി കൊന്നത്. അതിനുശേഷം VS അച്യുതാനന്ദൻ അവരുടെ വീട്ടിൽ പോയി KK രമയെ ആശ്വസിപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കണ്ണാടി ഇങ്ങനെ മാറിപ്പോകുന്ന, അതായത് മുഖത്തു നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു ചിത്രം ഒക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതിനുശേഷം എത്രയോ കാലം, വർഷങ്ങൾ കടന്നുപോയി. KK രമ ഇന്ന് 2ാമത്തെ പ്രാവശ്യവും ഇത്തവണ MLA ആയി വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. UDFൻ്റെ പിന്തുണയോടെയാണ്. ഒരു വ്യക്തിയെ, സ്വന്തം പാർട്ടിയിൽ നിന്ന് പോയ ഒരു വ്യക്തിയെ ഇത്രയും ക്രൂരമായി കൊല്ലാൻ ഈ പാർട്ടിക്കാർക്ക് മാത്രമേ കഴിയൂ. അവരുടെ ഭാര്യയെക്കുറിച്ച് ഓർത്തില്ല, വയ്യാത്ത അമ്മയെക്കുറിച്ച് ഓർത്തില്ല, അന്ന് ചെറിയ കുട്ടിയായിരുന്ന മകനെക്കുറിച്ച് ഓർത്തില്ല, ഒന്നുമില്ല. TP ചന്ദ്രശേഖരൻ RMP ഉണ്ടാക്കി. അത് CPMന്, പ്രത്യേകിച്ചും വടകര ഓഞ്ചിയം പ്രദേശത്ത് അത് ദോഷം ചെയ്യും എന്നതുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ചില പാർട്ടി നേതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. അവർ കൊട്ടേഷൻ കൊടുത്തു. തീർച്ചയായിട്ടും അവരൊക്കെ തന്നെ അഴിക്കുള്ളിലാണ്. അഴിക്കുള്ളിൽ CPMൻ്റെ ഭരണത്തിൽ കൊടിസുനി അടക്കം കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ വരെ സെൻട്രൽ ജയിലിനുള്ളിൽ നടത്തി എന്നുള്ള വാർത്തയും നമ്മൾ കേട്ടു. പക്ഷേ ഈ ഇരിപ്പ് കാണുമ്പോൾ, ഈ അകന്ന് ഉള്ള ഈ ഇരിപ്പ് കാണുമ്പോൾ, ആ KK രമ MLAയുടെ മുഖത്തെ ആ ഭാവം കാണുമ്പോൾ, പിണറായിയുടെ നിസ്സംഗത കാണുമ്പോൾ, എത്ര ക്രൂരമായ ഒരു 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 പ്രതികാരം, എത്ര ക്രൂരമായ ഒരു നടപടിക്കുള്ള ഏറ്റവും മധുരമായൊരു പ്രതികാരമായിട്ട് കൂടി ഇതിനെ കാണേണ്ടി വരും. അവർ ഒറ്റയ്ക്ക് നിന്ന്, അവരന്ന് പറഞ്ഞതാണ് കൊല്ലാനേ സാധിക്കൂ, തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന്. അവർ ഒറ്റയ്ക്ക് പൊരുതി അവർ UDF സഹായിച്ചു കാണും, എന്നാൽ പോലും ഒറ്റയ്ക്ക് രാഷ്ട്രീയമായി അതിനെ നേരിട്ടു. നിയമപരമായി അതിൻ്റെ മറ്റു കാര്യങ്ങൾ പോകുന്നുണ്ട്, എന്നാൽ പോലും രാഷ്ട്രീയമായി അതിനെ നേരിട്ടു ആ സ്ത്രീ മനക്കരുത്തുകൊണ്ട്. ഇതൊരു മനക്കരുത്തിൻ്റെ ചിത്രമാണ്. ഇതൊരു നിസ്സംഗതയുടെ ചിത്രമാണ്. ഇതൊരു മധുര പ്രതികാരത്തിൻ്റെ ചിത്രമാണ്. ഇതൊരു മാനവികതയുടെ ചിത്രമാണ്. ഒരു മാനവികത ഇല്ലായ്മയെ നോക്കി മാനവികത പുഞ്ചിരിക്കുന്ന ചിത്രമാണ്. മനുഷ്യത്വമില്ലായ്മയെ നോക്കി മനുഷ്യൻ പുഞ്ചിരിക്കുന്ന ചിത്രമാണ്. കേരള നിയമസഭയിൽ നിന്ന് അത്യപൂർവമായ ഈ ഒരു ദൃശ്യം ആരാണ് പകർത്തിയത് എന്ന് നമുക്കറിയില്ല. എന്നാലും ഇത് ഒരു വേറിട്ട കാഴ്ച തന്നെയാണ്. ഇത് പ്രത്യേകമായൊരു കാഴ്ച തന്നെയാണ്. TP ചന്ദ്രശേഖരനെ ഇനി ജീവനോടെ അവർക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ TP ചന്ദ്രശേഖരൻ ചെയ്യേണ്ടത് ഒരു സ്ത്രീയായ KK രമ ചെയ്തിരിക്കുന്നു. അവർ മന്ത്രിയായില്ലായിരിക്കാം, സ്പീക്കറായില്ലായിരിക്കാം, അവർക്ക് ഉന്നത പദവി ഇപ്പോൾ കിട്ടില്ലായിരിക്കാം. എങ്കിലും പിണറായി വിജയനെ ഒറ്റയ്ക്ക് നിന്ന്, കഴിഞ്ഞ നിയമസഭയിൽ ഒറ്റയ്ക്ക് നിന്ന് നെഞ്ചുവിരിച്ച് പിണറായി വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും, ആഭ്യന്തരമന്ത്രി ഇരിക്കുന്ന കസേരയിൽ വാഴയാണോ വച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്ത ആ ധൈര്യം കാണിച്ച KK രമയ്ക്ക് ഇനിയും ഒരുപാട് ദൂരങ്ങൾ പോകാനുണ്ട്, ഒരുപാട് ദൂരങ്ങൾ താണ്ടാനുണ്ട്. പിണറായി വിജയൻ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അദ്ദേഹം മാത്രമാണ് പാർട്ടി എന്ന് വിചാരിച്ച്, അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളാണ് യഥാർത്ഥ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട്, ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ്. ജനങ്ങൾ ഒപ്പമുണ്ടാകുമോ? ഇല്ല. പാർട്ടിയിലെ ചില അറാൻമൂളികൾ ഒപ്പമുണ്ടാകും, പാർട്ടി പോലും ഒപ്പമുണ്ടാകില്ല. ശരിക്കും ഹൃദയത്തിൽ തൊടുന്ന ഒരു ചിത്രം തന്നെയാണ് ഇത്.